പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് സ്തംഭിച്ചിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. ഇതോടെ രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം ആക്കുന്ന ബിൽ അടക്കം 2 ബില്ലുകൾ അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അമിത്ഷായുടെ അഭാവത്തിൽ കേരളം ബിൽ സഹമന്ത്രി നിത്യാനന്ദ് റായും സഹകരണ ഭേദഗതി ബിൽ സഹമന്ത്രി മുരളി മനോഹറും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ അമിത്ഷാ സഭയിൽ മറുപടി പറയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. स्टेटमेंट ही नहीं, छात्र का मामला को लेकर के पूरा चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. गृह मंत्री जी विस्तार से जवाब देने के लिए तैयार है. मैं अनुरोध करता हूं कांग्रेस पार्टी और इनको कि गृह मंत्री जी का जवाब के समय डरना नहीं है, भागना नहीं है, पूरा सुनना पड़ेगा. मैंने पिछले एडवाइजरी में भी सार्वजनिक महासभा के सामने में कह दिया है कि सरकार छात्र को लेकर के पूर्ण रूप से विस्तार से चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഉപാധികളോടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഭയിൽ സംസാരിക്കുമെന്ന് കിരൺ റിജിജു പറഞ്ഞിട്ടും സഭയിൽ അമിത്ഷാ എത്തിയില്ല. എന്താണിന്ന് സംഭവിച്ചത് ലോക്സഭയിലും രാജ്യസഭയിലും? അരുൺ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്തതിനെ ചൊല്ലി ഇന്നും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നും സഭയിൽ എത്തിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ബില്ലുകൾ, പ്രത്യേകിച്ച് കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്ന അടക്കമുള്ള 2 ബില്ലുകൾ ഇന്നിപ്പോൾ അമിത്ഷായുടെ പേരിലുണ്ടായിരുന്നു. ആ ബില്ലുകൾ ഉണ്ടായിരുന്നത് പോലും അമിത്ഷാ സഭയിൽ എത്തിയില്ല. വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ വിദ്യാർത്ഥികളുടെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിൽ മറുപടി പറയും എന്നും പ്രതികരിച്ചത്. പക്ഷേ പ്രതിപക്ഷം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വഴങ്ങാൻ തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വാർത്താസമ്മേളനം നടത്തിയപ്പോൾ വ്യക്തമാക്കിയത് 15 ദിവസമായി സഭ സമ്മേളിക്കുന്നു, ഇത്രയും ദിവസം ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറല്ല, ഇനിയിപ്പോൾ 2 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം അവസാനിക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ ചർച്ച എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ്. ഒരു തരത്തിലും അതിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് എന്താണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തി ചർച്ച എന്ന നിലപാട് എടുത്താൽ പോലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമായിരിക്കും, സഭാ നടപടികൾ തടസ്സപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ പ്രതിഷേധം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇന്നും പ്രതിഷേധത്തിനിടെ ബില്ലുകൾ പാസ്സാക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി എന്നും എടുത്തു പറയേണ്ടതാണ്. അതേസമയം കേരളം മാറ്റി കേരളമാക്കുന്ന ബില്ല് ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്ന് ഇന്നത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല എന്നും എടുത്തു പറയണം. താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.